നിങ്ങൾ ഓരോ ദിവസവും തിന്നുന്ന ഓരോ സാധനത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അതിലും വലിയ രസപ്പെടേണ്ട നടക്കണ്ട് നിങ്ങൾ ആരും അറിയാത്ത. ഇപ്പൊ നിങ്ങൾ ചിരിക്കില്ലേ? നല്ലൊരു ചിരിപ്പം കാട്ടിച്ചോളൂ. മലത്തിന്റെ ഗുളിക മാർക്കറ്റിലുണ്ട്, അറിയാം. മലത്തിന്റെ ചെറുപ്പുണ്ട് മാർക്കറ്റിൽ, അറിയാം. അതിന് പറയുന്നത് നിങ്ങൾ നെറ്റിൽ കയറിയിട്ട് ഫീക്വൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്നടിച്ചു കൊടുത്താൽ മതി. ഫീക്വൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്നടിച്ചു കൊടുക്കുക. അതിന്റെ ഇപ്പോ ആ ബാക്ടീരിയയുടെ, മലത്തിനകത്തുള്ള ബാക്ടീരിയയുടെ, നമ്മുടെ അന്നനാളത്തിലുള്ള ബാക്ടീരിയയുടെ ഇപ്പോൾ PhD വരെയുണ്ട്. അതിന്റെ കോഴ്സ് ഉണ്ട് ഇപ്പോ. അത് എന്തിനൊക്കെ കൊടുക്കുന്നത് കേട്ടുള്ളൂ. നമ്മുടെ ശരീരം 100 കോടിയിൽ കൂടുതൽ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണെങ്കിൽ ഈ കോശത്തെ, ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത് 7.5 മീറ്ററിൽ കിടക്കുന്ന ബാക്ടീരിയകളും ഫംഗസുകളുമാണ്. അവരാണ് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അവരുടെ നിയന്ത്രണത്തിലാണ് എല്ലാ എൻസൈമുകളും, എല്ലാ ഹോർമോണുകളും, എല്ലാ സാധനങ്ങളും, ഈവൻ നമ്മുടെ ചിന്ത വരെ ആണെന്ന് ഇപ്പൊ ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു, കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആ ബാക്ടീരിയ കുറയുമ്പോഴാണ് നമ്മുടെ ദഹന പ്രക്രിയ കേടാവുന്നത്. ദഹന പ്രക്രിയ സഹായിക്കുന്നത് മൊത്തവും ആ ബാക്ടീരിയകളാണ്. ആ ബാക്ടീരിയ പോയി നശിക്കുന്നത് പ്രിസർവേറ്റീവുകള്, കീടനാശിനികള്, ഇതെല്ലാം ഉള്ളിലോട്ട് പോകുമ്പോൾ ആദ്യം കൊല്ലുന്നത് ഈ ബാക്ടീരിയ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഏത് ടീം ഫുഡുകളും, ഏത് ആഹാരങ്ങൾ 8 മണിക്കൂർ കൂടുതൽ കേടാകാതിരിക്കുന്നതോ വേവിച്ചിട്ട് അത് പിന്നെ അതിനകത്ത് പ്രിസർവേറ്റീവ് ചേർക്കാതെ, കീടനാശിനി അടിക്കാതെ പിന്നെ ആ സാധനം ഇരിക്കില്ല. അതുകൊണ്ട് ഈ സാധനം കേടാകാതിരിക്കാൻ ഒരുപാട് കെമിക്കലുകൾ ഇപ്പോൾ ഉണ്ട് മാർക്കറ്റിൽ. അതിൽ ഏറ്റവും സുഖമായിട്ട് കിട്ടുന്ന സാധനമാണ് പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്, സോഡിയം ബെൻസോയിറ്റ്, ബെൻസോയിക് ആസിഡ്, അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, അലൂമിനിയം ഫോസ്ഫേറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിനകത്തോട്ട് പോണേ. അത് പോകുമ്പോൾ ഈ കീടനാശിനി എന്നാണ് ഞങ്ങൾ ഇതിന് പറയണേ, പ്രിസർവേറ്റീവ് എന്നല്ല. ഈ കീടനാശിനി ഉള്ളിലോട്ട് പോകുമ്പോൾ ആദ്യം കൊല്ലുന്നത് ഈ ബാക്ടീരിയ ആണ്. ഏറ്റവും രസകരമായ സ്റ്റഡി, ലിവർ സിറോസിസുകാരന് USA, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഈ 3 രാജ്യത്താണ് ഇതിപ്പോഴ് ബാങ്ക് ഉള്ളത്. മലത്തിന്റെ ബാങ്ക് ഉണ്ട്. നല്ല മലം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ $40 വരെ വിലയുണ്ട് ഇപ്പോ ഒരു ദിവസത്തെ മലത്തിന്. നിങ്ങൾക്ക് നെറ്റ് കയറി അടിച്ചാൽ കാണാനില്ല. ഫീക്വൽ ട്രാൻസ്പ്ലാന്റേഷൻ അടിച്ചു ലൈനിലിഞ്ഞ് വരും. അതില് ഞാൻ ഈ ക്ലാസ് എന്റെ വീട്ടില് എന്റെ ചികിത്സാ സമ്പ്രദായം കൂടെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. അപ്പൊ ഞാനൊരു 3 മണിക്കൂർ എന്റെ വീട്ടില് ക്ലാസ് എടുത്തതിന് ശേഷമാണ് ഞാൻ ആൾക്കാർക്ക് മരുന്ന് കൊടുക്കണേ. ആഴ്ച 3 ദിവസം ഞാൻ ക്ലാസ് എടുക്കും. ആ ക്ലാസ് എടുത്തതിന് ശേഷം അതിനുശേഷമാണ് അവള് മരുന്ന് കൊടുക്കുക. ആ ക്ലാസ് എടുത്ത ഒരു ദിവസം ഒരു പെൺകുട്ടി അടുത്ത് നേഴ്സിരിപ്പുണ്ടായിരുന്നു. അവള് ന്യൂസിലാൻഡിൽ നിന്നാണ് വന്നത്. അപ്പൊ ഈ സാധനം ഞാൻ ഇവിടെ ഇട്ട് കാണിച്ചപ്പോ ആ കുട്ടി അകത്ത് എന്നെ കാണാമെന്നോ പറഞ്ഞു, വൈദ്യുതി എനിക്കിത് അവിടെ ഇതാ പണി. ഞാൻ ചെന്താ മോളെ, 2 ഗ്യാസ്ട്രോ എൻട്രോളജി ഉണ്ട്. അവരെടുത്ത് ആര് രാവിലെ വരുന്നെങ്കിലും നേരം വെളുക്കുന്നതിന് മുമ്പിട്ടേ വരണം. വരുമ്പോൾ അവരുടെ സ്വന്തം ബന്ധത്തിലുള്ള ഒരു 5 പേരെയും കൂടെ കൊണ്ടുവരണം. ഈ 5 പേര് അവരുടെ രക്തബന്ധത്തിലുള്ളവരായിരിക്കണം. കക്കൂസി പോകാതെ വേണം കൊണ്ടുവരാൻ. ഇവരിവിടെ വരുമ്പോൾ ഇവർക്ക് ഓരോരുത്തർക്ക് ഓരോ കണ്ടെയ്നർ കൊടുക്കും, കക്കൂസി പോയിട്ട് വരണം. ആ കൊടുക്കുന്ന മലം ഡോക്ടറുടെ കയ്യിലാണ് കൊടുക്കണേ. അത് കൊണ്ടുപോയി അവർ ടെസ്റ്റ് ചെയ്ത് ഇതിൽ ഏത് മലമാണ് നല്ലത് വെച്ചാൽ അയാളുടെ മലം സെന്റിമീറ്ററിനകത്ത് അഴിച്ച് ഉപ്പിലായനെയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ അരയ്ക്കും. ഇതിനെ അരച്ച് അതൊക്കെ ഇതിനകത്തുണ്ട്. അരച്ചിട്ട് അതിനെ ഗ്ലൂക്കോസ് കയറ്റുന്ന മാതിരി പാക്കറ്റിലാക്കും. ആ കേട്ട് ഗ്ലൂക്കോസ് കയറ്റുന്ന പോലെ നേരെ മൂക്കിക്കൂടെ അങ്ങ് ആമാശയത്തിലേക്ക് കൊടുക്കുകയാണ്, ഡയറക്റ്റ്. ഏതെല്ലാം നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് നിങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കാൻ പറ്റുന്നത്, ആ തരത്തിലൊരു ഐസ്ക്രീം കൂടെ ഉണ്ടാക്കുന്നുണ്ട്.
ഇനി ഒരെണ്ണം കാണിച്ചത് ആ ഹോട്ട് കൂടെ കാണിച്ചു കൊടുത്തത്. ഏറ്റവും രസകരം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹോട്ട് റോളാണ്. ഹോട്ട് റോളില്ലേ, ഇങ്ങനെ പീസായിട്ട് തെന്നിട്ട് മുറിച്ച് തരുന്നത്. അത് കാണിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞതാണ്, അത് അവരോട് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇങ്ങനെ സിസ്റ്റം ഉണ്ട്. അവർ പേപ്പറിനകത്ത് എഴുതുന്നത് പോലും ഫീക്വൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് തന്നെ എഴുതുന്നത്. അത് കൊടുക്കുന്ന കുട്ടിയാണ് എൻ്റെ അടുത്ത് വന്നത്. അവരവരുടെ രക്തബന്ധത്തിനേക്കാം അതിലെ നാലഞ്ച് പേരുടെ ജ്യൂസ് എടുക്കുന്നതിനകത്ത് കാണാം. അതിലും രസകരമായ ഹിസ്റ്ററി അതല്ല. ഇതിനെ ചെന്ന് കഴിഞ്ഞ് പെട്ടെന്ന് കരൾ സംബന്ധമായ എന്ത് രോഗത്തിനും പെട്ടെന്ന് മാറ്റാൻ ഒരു ഗ്ലാസ് ജ്യൂസായിട്ട് അങ്ങ് കൊടുക്കും. നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത, സാറിന് ഫീക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ അറിയാല്ലേ സാർ? സാറിന് ഫീക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ അറിയാലോ? ഇല്ല, അത് ശരി. അപ്പൊ ഇന്ന് നിങ്ങൾ അടിച്ചു നോക്കിക്കോളി. ഇനി ഞാൻ ഈ ക്ലാസ് എടുത്ത വഴിക്കാണ് ഈ കുട്ടി വന്ന് ലാസ്റ്റില് ആ കുട്ടിയോട് ഞാൻ ഒരു തമാശ ചോദിച്ചു, മോളെ ഇതിന്റെ നാറ്റം മാറ്റാറുണ്ടോ? പെട്ടെന്ന് രാവിലെ നമ്മൾ ചെന്ന ഉടനെ ഇതൊക്കെ എടുത്ത് ക്ലീനാക്കി നിങ്ങൾ പാക്കറ്റിനകത്താക്കി ഗ്ലൂക്കോസ് പാക്കറ്റ് പോലെ ആക്കി കൊണ്ടുവന്നിട്ട് നിങ്ങളങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ നാറ്റം എല്ലാം മാറ്റാറുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരമാണ് ആ കുട്ടി പറഞ്ഞത്, അതെനിക്ക് അറിഞ്ഞൂടാ ഇതിരെ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ഇത് നേരിട്ടങ്ങ് ആമാശയത്തിലാ പോന്നെ. അപ്പൊ നാറ്റം അറിയില്ല. അപ്പൊ ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചു, മോളെ അയാൾക്ക് ഇടയ്ക്ക് രേമ്പക്കം വന്നാലും എന്ത് ചെയ്യും? അപ്പൊ ഈ നാറ്റം ഇനി വരത്തില്ലേ? അതോട് വെച്ചിട്ടാകെ ആ ഷൂട്ടിങ് ഇതങ്ങ് നിൽക്കുക. എൻ്റെ ആ വീഡിയോ തീരുവാണ്. അപ്പൊ ഞാൻ പറയാൻ വന്നേ അതല്ല. ഞാൻ പറയാൻ വന്ന നമ്മൾ അവിടം വരെ എത്തിച്ചെന്ന് നിൽക്കുന്നു. ഇപ്പോൾ എല്ലാ ശാസ്ത്രങ്ങളും എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ഒറ്റ വഴി, നമ്മൾ കഴിക്കുന്ന ആഹാരം അതെന്താണെന്ന് പഠിക്കുക.